ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോസിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും പല ആളുകളും റിക്വസ്റ്റ് ചെയ്തതാണ്. അതായത് നമ്മളെ സ്ട്രീറ്റ് ഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. മാർഷൽ ആർട്സ് പഠിച്ച ആൾ അല്ലെങ്കിൽ പിന്നെന്താണ് ഇത്തരത്തിലുള്ള ആളുകൾ, ആയോധന കലകൾ പഠിച്ച ആളുകൾ പിന്നെ അതേ പൊസിഷനൊക്കെ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകളൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ മാർഷൽ ആർട്സ് ചെയ്യാത്ത ഒരാളും മാർഷൽ ആർട്സ് ചെയ്ത ആളുകൾക്കും സാധാരണ എല്ലാവർക്കും സാധാരണ ജനിക്കുമ്പോൾ തന്നെ ഒരു കഴിവുണ്ടാവും. ഇപ്പോൾ കല്ലെറിയാനിപ്പോൾ എനിക്കും കഴിവുണ്ടാവും, മാർഷൽ ആർട്സ് പഠിക്കാത്ത ഒരാൾക്കും ഒക്കെ കഴിവുണ്ടാവും. പക്ഷെ എന്താണ്, മാർഷൽ ആർട്സ് പഠിച്ച ആളുകൾക്ക് മാർഷൽ ആർട്സ് പ്ലസ് എറിയാനുള്ള ഒരു ശക്തി എന്നുള്ളതാണ്. എന്തായാലും പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റിൽ സാധാരണ വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചതാണ് എന്താ വെച്ചാൽ, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കുക, ഫേസിലോട്ടൊക്കെ അടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ ഓപ്പോണൻറ്റ് ചെയ്യൽ ചിലപ്പോൾ സ്ട്രോങ് കൈ ഏതാണെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ് ഏതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഐകാരം അടിക്കുക. ഓക്കെ, അതായത് വീക്കായിട്ടുള്ള ഹാൻഡ് കൊണ്ടായിരിക്കും പിടുത്തം വരിക. അപ്പോൾ മൂപ്പര് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടൊന്നും ഇങ്ങോട്ട് മാറുന്നുണ്ട്. അതായത് ഇതുകൊണ്ട് പിടിക്കും, ഇതുകൊണ്ട് പിടിച്ചിട്ട് ഇതുകൊണ്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഐകാരം വരിക. അങ്ങനെയാണ് സാധാരണ വരിക. അപ്പോൾ ഇയാളെന്താണ്, റൈറ്റ് ഹാൻഡ് ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, വീക്കർ ഹാൻഡ് കൊണ്ട് പിടിച്ചിട്ട് സ്ട്രോങ്ങർ ഹാൻഡ് കൊണ്ട് ഹിറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇതുകൊണ്ട് ഗ്രാബ് ചെയ്യും, അതുകൊണ്ട് ഹിറ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ മറ്റേതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിടിച്ചിട്ട് എന്തായാലും പോട്ടെ. ഇവിടെ നോക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് പല മാർഷൽ ആർട്സുകാരും ഇതിനുള്ള ലോക്കുകൾ കാര്യങ്ങൾ ഞാൻ തന്നെ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ടാവും. എന്താണ് ഇതിനുള്ള ലോക്കുകൾ എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ് അല്ലേ, പല ലോക്കുകളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് ലോക്കുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് ലോക്കുകൾ, ഇതൊക്കെ. പക്ഷെ എന്താണ്, നല്ല ശ്രദ്ധിക്കുക, ഇതുകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ ഇതുകൊണ്ട് തൊട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയക്കാറ് അടി ഉണ്ടാവുക. ഇപ്പോൾ ഇതുകൊണ്ടൊന്ന് പിടിക്കുക, ഇതുകൊണ്ടൊന്ന് പിടിച്ചു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെയുള്ള ലോക്കുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോക്കുകളൊക്കെ ചെയ്യാം. പക്ഷെ എന്താണ്, അതുകൊണ്ട് അടിക്കുക, കണ്ടില്ലേ, ഇതുകൊണ്ട് ഇവിടെ അടിക്കാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഗ്രാബ് ചെയ്തിട്ട് ഈ സ്ട്രോങ്ങർ ഹാൻഡ് കൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആൾ ഓൾറെഡി നമ്മളെന്താണ് ഈ കൈ കൊണ്ട് നമ്മൾ ഇവിടെ ലോക്കാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് എടുക്കാൻ സാധ്യതയില്ല, എടുക്കില്ല എന്നല്ല പറയുന്നത്. 2 ലെഗുണ്ട്, ലെഗ് കൊണ്ടൊക്കെ വരും. പക്ഷെ നമുക്ക് നല്ല ശ്രദ്ധ വേണം, ലെഗ് വരുന്നുണ്ടെന്നുള്ള ശ്രദ്ധ വേണം. ഒന്ന്, ഇതെന്തായാലും ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനി ഈ കൈ കൊണ്ടാണ് നമുക്ക് അടിക്കുക. അപ്പം നമ്മൾ ഇതിൽ ലോക്കുകൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പല സംഗതികൾ നമ്മൾ ലോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് പിടിച്ചിട്ട് ഇതുകൊണ്ട് അടിക്കുകയാണെങ്കിൽ അടിച്ചു നോക്കുക. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആകെ പണി കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ അടിക്കുക, ഈ കൈ എപ്പോഴും നമ്മളിവിടെ വരണം. അതായത് നമ്മൾ ഇതുകൊണ്ട് പിടിച്ചിക്കാണ്ട് നമ്മൾ ഇതിനെ അടിക്കണ മുമ്പേനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫേസിലോട്ട് നമ്മൾ അടിക്കാൻ നോക്കുക. ഓക്കെ, അടിച്ചു നോക്കുക. നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുണ്ടല്ലേ, ഇത് ഫേസിലോ അടിച്ചു നോക്കുക. ഫേസിലോട്ട് വരാൻ സാധ്യതയില്ല, കണ്ട. അതിനെന്ത് ചെയ്യുക, ഈ കൈ ഒന്നും കൂടി നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലോക്കിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇത് അടിക്കുന്ന സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അങ്ങോട്ട് തള്ളിയിടുന്ന ഒരവസ്ഥ. അത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടില്ല, ഈ ഭാഗം കൊണ്ട് നമ്മൾ കൈയിൻ്റെ ഉള്ളം കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഈ അടിഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നോസിന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, മേൽക്കാക്കി കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് പോവും. ഇനി ഇവിടെ നോക്കുക, നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നീ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചെസ്റ്റിലോട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, ഈ ഭാഗത്തോട്ട് അടിക്കുകയാണെങ്കിൽ ആൾ പെട്ടെന്ന് പോകും. എന്തായാലും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോസ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ്.